ഇന്ത്യയിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് പോപ്പുലർ ആകാൻ തുടങ്ങിയിട്ട് ഒരു 10 ഇയേഴ്സിൽ താഴെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഇന്ത്യൻ മാനുഫാക്ചറർ ടു വീലേഴ്സിലേക്ക് കടന്നു വരികയും വളരെ സക്സസ്ഫുൾ ആയിട്ട് എൻ്റെ പ്രയാണം തുടരുകയും ചെയ്യുന്നു. അതാണ് ആത്തർ. ആത്തറിൻ്റെ 2 മോഡൽസാണ് മാർക്കറ്റിലുണ്ടായിരുന്നത്, 450 450X. ഇപ്പോൾ ഈ കമ്പനി ഫോം ചെയ്തിട്ട് 10 വർഷത്തിന് മേലെയായി. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷൻ എന്നുള്ള രീതിയിലാണ് ആപ്പെക്സ് 450 എന്ന് പറയുന്ന ആ ഒരു മോഡൽ ഇറക്കിയത്, ലിമിറ്റഡ് എഡിഷനായിട്ട്. നമസ്കാരം, വീലോസിറ്റിയിലേക്ക് സ്വാഗതം. ഇത് കേരളത്തിലെ ആദ്യത്തെ ആത്തർ ആപ്പെക്സ് 450 ആണ്. ഇതിൻ്റെ ഓണറിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അഗൈൻ റോഷിത്, വെൽക്കം. ഒരു ശരിക്കുള്ള ഒരു ഓട്ടോ എന്തൂസിയാസ്റ്റ് ആണ് റോഷിത്. നമുക്കിനി റോഷിത്തിൻ്റെ വാക്കുകളിലേക്ക് കടക്കാം. റോഷിത്, എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ആത്തറിലേക്ക് എങ്ങനെ വന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇറങ്ങിയപ്പം ആക്ച്വലി എനിക്ക് ഒട്ടും ഒരു പെട്രോൾ ഹെഡ് എന്നുള്ളൊരു നിലയ്ക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ് ഒരിക്കലും വാങ്ങിക്കില്ല, അത് സക്സീഡ് ചെയ്യൂല എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഇനിഷ്യലി നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും ചൈനീസ് ബ്രാൻഡ്സ് ഒക്കെ ആയിരുന്നു. അത് ശരിക്കുള്ള സപ്പോർട്ട് കിട്ടുന്നില്ല, ബാറ്ററി പറയുന്ന റേഞ്ച് കിട്ടുന്നില്ല, അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു 2 വർഷം മുമ്പെയാണ് എൻ്റെ ഒരു കൊളീഗ് ഇങ്ങനെ എയ്ത്തർ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പോൾ ആദ്യം എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു, പുള്ളിക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ കൂടെ പോയി ഞാൻ അന്ന് Gen 3 450Xൻ്റെ Gen 3 ഇതാണ് വേരിയൻ്റാണ് ഞാൻ ഓടിച്ച് നോക്കിയത്. അപ്പം അത് ഓടിച്ചപ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ഒരു റെവലേഷൻ ആയിരുന്നു. നമ്മൾ പെർഫോമൻസ് വൈസും ഫിനസ്സും വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി എല്ലാം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ വാസ് കംപ്ലീറ്റ്ലി ഫ്ലോഡ്. ഭയങ്കര വ്യത്യാസമായിരുന്നു ഓടിക്കാനായിട്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ്ലി ഇത് കൺസിഡർ ചെയ്തത്. 450X ബുക്ക് ചെയ്തു. അതെനിക്ക് ഏതാണ്ടൊരു 2.5 വർഷത്തോളം യൂസ് ചെയ്തു. അപ്പം അതിൻ്റെ കൺവീനിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അൺപാരലഡ് ആണ്. പ്രത്യേകിച്ച് സിറ്റി കമ്മ്യൂട്ടിനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 2 വീലറും അത്രയും ഒരു അടുത്ത് വരുമെന്നുള്ളത്. ഇൻ ടേംസ് ഓഫ് കൺവീനിയൻസ്, ഇൻ ടേംസ് ഓഫ് റേഞ്ച്, ഇക്കണോമി, ഏത് നോക്കിക്കഴിഞ്ഞാലും പിന്നെ അതിൻ്റെ സോഫ്റ്റ്വെയർ എല്ലാം ഭയങ്കര പെർഫെക്റ്റ്ലി ഡിസൈൻഡ് ആയിരുന്നു. ഞാൻ ഏതാണ്ട് ഒരു 2 വർഷത്തോളം ഓടിച്ചു, ഒരു 6,000-7,000 ഓട്ട് കിലോമീറ്റേഴ്സ്. പിന്നെ വേറെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂഷ്വലി ഞാൻ ഒരു ബൈക്ക് 2 വീലർ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് ഒരിക്കലും കൊടുക്കുന്ന കാര്യം ചിന്തിക്കാറില്ല. അപ്പം ആദ്യമായിട്ടാണ് ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ പ്ലാറ്റ്ഫോമിൽ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ്സ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. എയ്ത്തറിൻ്റെ കേസിൽ അത് പ്രത്യേകിച്ചും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നു. അപ്പം അങ്ങനെയാണ് എപ്പെക്സ് എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ലോഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബുക്ക് ചെയ്തത്. അപ്പം ഈ എപ്പെക്സ് എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ലോഞ്ചിനെ കുറിച്ച് കേട്ടു, അതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് കേട്ടു. ഇപ്പോൾ യൂഷ്വലി ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് റിസർച്ചൊക്കെ ചെയ്തിട്ടാണൊരു 2 വീലർ എടുക്കാറുള്ളത്. പിന്നെ ഇതിനെപ്പറ്റി കേട്ട് കഴിഞ്ഞപ്പോൾ എയ്ത്തർ എന്നുള്ളൊരു ബ്രാൻഡ് എനിക്ക് ഭയങ്കര ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ്. അങ്ങനെ ഞാൻ എയ്ത്തർ 450 എപ്പെക്സ് ബ്ലൈൻഡ്ലി ബുക്ക് ചെയ്തു. ഫസ്റ്റ് Gen 3 ഉണ്ടായിരുന്നത് ഞാൻ സെല്ല് ചെയ്തു. ഇൻഫാക്റ്റ് ഈ സ്കൂട്ടറാണ് കേരളത്തിലെ ആദ്യത്തെ സ്കൂട്ടറായിരുന്നു എനിക്ക് കിട്ടിയത്. സോ ഐ എം വെരി ഹാപ്പി വിത്ത് ഇറ്റ്. ഇതിൻ്റെ അകത്ത് മറ്റേ വേരിയൻ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് 450 പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും റിഫൈൻഡ് വേർഷനാണിത്. അപ്പം ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് അവർ ഇതിനെ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പം റൈറ്റ് ഫ്രം അതിൻ്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ബ്ലൂ എന്ന് പറഞ്ഞിട്ടൊരു കളറാണ്. ഇതും ഒരു മാറ്റ് ഫിനിഷാണ്, ഭയങ്കര അട്രാക്റ്റീവ് ഒരു കളറാണ്. ഇപ്പോൾ ഓട്ടോമൊബൈൽ ഫീൽഡിൽ ആക്ച്വലി ഇന്ത്യൻ ബ്ലൂ നമ്മൾ ഗൂഗിൾ ചെയ്താലും ഈ കളറിനെ പറ്റി ബ്ലൂവിൻ്റെ പിഗ്മെൻ്റ് ഒരു പുതിയ പിഗ്മെൻ്റ് എന്നാണ് പറയുന്നത്. പിന്നെ അല്ലാതെ റൈഡിങ് എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാലും ഈ മാജിക് ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചറുണ്ട്, വിച്ച് ഇസ് ബേസിക്കലി നമ്മൾ ആക്സിലേറ്റർ തിരിച്ച് ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബ്രേക്ക് ആവും. അപ്പം ഞാൻ ആദ്യം ഇതൊരു ഗിമ്മിക്ക് എന്നാണ് വിചാരിച്ചത്, പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ഒരു ഫീച്ചറാണ്. നമുക്കൊരു 75% നോർമൽ ട്രാഫിക് കണ്ടീഷൻസിൽ
ബ്രേക്ക് പിടിക്കേണ്ട കാര്യമല്ല, ബ്രേക്ക് പാഡ്സിന് ലൈഫ് കൂടുതൽ കിട്ടും, പിന്നെ കുറച്ചുകൂടെ കൺട്രോൾ ഉണ്ട്. അല്ലാതെ മോട്ടർ കുറച്ചുകൂടെ നോർമൽ വേരിയൻ്റ് 450ക്കാട്ടിലും കുറച്ചുകൂടെ പവർഫുൾ ആണ്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് 100 ആണ്. പിന്നെ ബീങ് ആൻ ഇലക്ട്രിക് വെഹിക്കിൾ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് വാർപ്പ് പ്ലസ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മറ്റേ ഒരു ഗൈഡഡ് മിസൈൽ പോലെയാണ്, അപ്പം തന്നെ ആ ടോപ്പ് സ്പീഡിലോട്ട് എത്താൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ എയ്ത്തർ കമ്മ്യൂണിറ്റി ഡേ എന്ന് പറഞ്ഞ് എയ്ത്തർ എല്ലാ വർഷവും ഒരു റൈഡേഴ്സിൻ്റെ ഒരു ഡേ വെക്കാറുണ്ട് ബാംഗ്ലൂർ, ഗെറ്റ് ടുഗദർ. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഐ വാസ് ലക്കി ഇനഫ് ടു ഗെറ്റ് ദി ഓട്ടോഗ്രാഫ് ഓഫ് 2 കോ ഫൗണ്ടേഴ്സ്, തരുൺ മേത്ത ആൻഡ് സ്വപ്നിൽ ജെയിൻ. ഞാൻ ആ പാനൽ ഇളക്കി ക്യാരി ചെയ്തായിരുന്നു. എന്നിട്ട് ഞാൻ ഫുള്ള് PPF കോട്ടിങ്ങും ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഈ ബ്രാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ്. അപ്പം ഐ തോട്ട് വിൽ ബി ഗുഡ് ടു ഹാവ് ദിസ്. പിന്നെ അല്ലാതെ ഞാൻ ഫുൾ PPF കോട്ടിങ് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാലും ഈ അതിൻ്റെ ഒരു ഭയങ്കര അട്രാക്റ്റീവ് ഫീച്ചറാണ് ഇതിൻ്റെ അകത്തുള്ള ഈ ഫ്രെയിം, ട്രെലിസ് ഫ്രെയിം എന്ന് പറയുന്നത്. അതും ഇതിൻ്റെ ഈ കോൺട്രാസ്റ്റ് ഓറഞ്ച് കളറിൽ തന്നെ ഒരു സീ ത്രൂ പാനലിൽ കൂടെ അവർ കൊടുത്തേക്കുന്നത്. അല്ലാതെ വണ്ടി ഇതിൻ്റെ അകത്ത് റീജൻ മോഡ്സും അൺലൈക്ക് ദി അതർ ബൈക്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് റീജൻ മോഡ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം റേഞ്ചും ആദ്യത്തെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ റേഞ്ചാണ് ഇതിന് ഉള്ളത്. പിന്നെ ഈ കളേഴ്സ് നോക്കിക്കഴിഞ്ഞാലും ഈ ഓറഞ്ച് കോൺട്രാസ്റ്റ് വീൽസിലും അങ്ങനത്തെ ഭാഗങ്ങളിലെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ നോർമൽ Gen 4 ഇതിന് തൊട്ട് മുമ്പേ ഉള്ള വേരിയന്റിനെക്കാട്ടിലും റേഞ്ച് കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററി പാക്ക് കുറച്ച് ചേഞ്ച്ഡ് ആയതുകൊണ്ട് കുറച്ചുകൂടെ റേഞ്ച് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓവറോൾ പവറും ടോപ്പ് സ്പീഡും കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ബെൽറ്റ് ഡ്രൈവ് നോക്കിക്കഴിഞ്ഞാലും അതും ഫുള്ളി എൻക്ലോസ്ഡ് ആണ്. അപ്പം നേരത്തെ ഉള്ള ഇതിൽ ഈ ഡസ്റ്റും ചെളിയും എല്ലാം അകത്തൂടെ കയറുമായിരുന്നു. ഇപ്പോൾ അതിനെ കംപ്ലീറ്റ്ലി കവർ ചെയ്താണ് വെച്ചേക്കുന്നത്. പിന്നെ ഇത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ലിമിറ്റഡ് എഡിഷൻ മോഡലാണ്. ഇതൊരു ഒക്ടോബർ വരെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടെന്നുള്ളത് കമ്പനി പറയുന്നത്. അപ്പം അത് എന്തുകൊണ്ടും ഐ തോട്ട് ഇത് കുറച്ച് നാളൊരു വെച്ചേക്കേണ്ട ഒരു സ്കൂട്ടർ ആണെന്നുള്ളൊരു നിലയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. ആൻഡ് ഐ എം തറലി എൻജോയിങ് ഇറ്റ്. പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈസ് ഓഫ് മെയിൻ്റനൻസ് തന്നെയാണ്. ഇതിനിപ്പം ഇത് കുറച്ച് നാളായേ ഉള്ളൂ, ഇത് സർവീസിൻ്റെ സമയം ആയില്ല. അവർ പറയുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് ടൈം 5,000 കിലോമീറ്റേഴ്സിലാണ് എവറി സർവീസ് വരുന്നത്. അത് ഇപ്പോൾ 1 വർഷം കൊണ്ട് കവർ ചെയ്താലും 2 വർഷം കൊണ്ട് കവർ ചെയ്താലും. ആൻഡ് ആവറേജ് ഒരു സർവീസ് കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് 500-600 രൂപയ്ക്കകത്തിരിക്കും. എനിക്ക് തോന്നുന്നു കൂടുതലും ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് ആകുമ്പോൾ മൂവിങ് പാർട്സ് കുറവായതുകൊണ്ട് ആയിരിക്കും. ആകെ ഇത് വരുന്നത് 4,000-5,000 കിലോമീറ്റേഴ്സ് നമ്മൾ റഫായിട്ട് ബ്രേക്സ് യൂസ് ചെയ്താൽ ബ്രേക്ക് പാഡ്സ് വെയർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എനിക്ക് തോന്നുന്നു ഒരു 600-700 rupees ആവും. അല്ലാതെ അങ്ങനെ നോർമൽ വെയർ ആൻഡ് ടയർ ഒക്കെ വളരെ കുറവാണ്. നമ്മൾ ചാർജ് ചെയ്ത് ചുമ്മാ ഓടിച്ചുകൊണ്ട് ഇരുന്നാൽ മതി. സർവീസും ഞാൻ ഇപ്പം ട്രിവാൻഡ്രത്തെ സർവീസ് നല്ല പ്രൊആക്റ്റീവാണ്. നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ അൺലെസ് ദെർ ആർ നോ മേജർ കംപ്ലയിൻറ്റ്സ് ഉച്ചയ്ക്ക് കിട്ടും. പിന്നെ റോഡും എങ്ങനത്തെ റോഡ് കണ്ടീഷൻസ് ആയാലും ഇപ്പോൾ എൻ്റെ കയ്യിൽ ആദ്യം വരുന്ന ഈത്തർ ആക്ച്വലി ഒരു പ്രാവശ്യം ഓൾമോസ്റ്റ് ഒരു മിനി ഫ്ലഡിങ് പോലെ ഉണ്ട ഒരു പാർട്ടിൽ കൂടെ ഓടിച്ചു. അപ്പം എനിക്ക് നല്ല ടെൻഷനായിരുന്നു വണ്ടി പിന്നെ കംപ്ലയിൻറ്റ്സ് വരുമെന്നുള്ളത്. ഓൾമോസ്റ്റ് ഫ്ലോർ ബോർഡിൻ്റെ മേളിൽ അത് ഈത്തർ അത് റെക്കമെൻഡ് ചെയ്യുന്നതല്ല, അത്രയും വെള്ളം ഉണ്ടായിരുന്നു. എന്നിട്ടും വണ്ടി ഓടിച്ചിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. സോ ഓവറോൾ വെരി ഹാപ്പി വിത്ത് ദ വെഹിക്കിൾ. സ്റ്റാൻഡേർഡായിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് അക്സസറീസ് കിട്ടുന്നുണ്ടായിരുന്നു. അത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഹെൽമെറ്റാണ്. ഇത് ഈത്തറിൻ്റെ അതേ കളേഴ്സിലാണ്, ആ ഒരു കോൺട്രാസ്റ്റ് കളേഴ്സിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ല ക്വാളിറ്റി ഹെൽമെറ്റാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, എനിക്ക് ഇടാനും നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു പാക്ക് കിട്ടിയായിരുന്നു. പാക്കിൻ്റെ അകത്തൊരു ഈത്തർ എപ്പെക്സ് ബ്രാൻഡഡ് ഒരു നമ്മളെ ഹെൽമെറ്റിന് അടിയിലിടുന്നൊരു കോട്ടൺ സ്കാർഫ്, കീ ചെയിൻ, സ്റ്റിക്കേഴ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു മൊത്തത്തിൽ അവരിതിനൊരു പ്രീമിയം ഫീലിലാണ് ഇതിനെ ഇറക്കിയിരിക്കുന്നത്, കളക്ടേഴ്സ് എഡിഷൻ എന്നുള്ളൊരു നിലയ്ക്ക്. ഇത് റിവേഴ്സ് മോഡ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ കാണാം, ഇതിൽ സ്പീഡും റെസ്ട്രിക്റ്റഡ് ആണ്. നമ്മൾ എത്ര ആക്സിലേറ്റർ കൊടുത്താലും സ്പീഡ് റെസ്ട്രിക്റ്റഡ് ആണ്. ആത്തറിനെ കുറിച്ചുള്ള എൻക്വയറീസിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഈ ആത്തർ ആപ്പെക്സ് 450യെ കുറിച്ചുള്ള
യൂസർ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ഹാപ്പി മോട്ടറിംഗ്.